നമസ്കാരം. 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഫെബ്രുവരി 9 മകരം 26 വെള്ളിയാഴ്ചയാണ് ഇന്ന്. കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമൊക്കെ ഒരുപാട് സംഭവ വികാസങ്ങൾ, സംഭവബഹുലമായ കാര്യങ്ങൾ ഇന്ന് നടക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ദിവസം കൂടിയാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ പൊതുതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാന്റെ പാർട്ടി അവിടെ മുൻതൂക്കം നേടുന്നു എന്ന വാർത്തകൾ വരുന്നുണ്ട്. ഒപ്പം ഇന്നലെ UPA സർക്കാരിനെയും NDA സർക്കാരിനെയും താരതമ്യപ്പെടുത്തിക്കൊണ്ട് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ധവളപത്രം അതിന്ന് പാർലമെന്റിൽ ചർച്ചയാകും. വലിയ വാഗ്വാദങ്ങൾക്ക് കാരണമാകും അത് എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം കേരളത്തിലൊരു യാത്ര ആരംഭിക്കുകയാണ്. KPCCയുടെ സമരാഗ്നി ഇന്ന് കാസർഗോഡ് നിന്ന് ആരംഭിക്കുകയാണ്. KPCC പ്രസിഡന്റും ഒപ്പം VD സതീശൻ പ്രതിപക്ഷ നേതാവും ചേർന്ന് നയിക്കുന്ന യാത്രയാണ്. അങ്ങനെ ഒരുപാട് വാർത്തകൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും പ്രേക്ഷകർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ് പ്രധാന തലക്കെട്ടുകളോട്. അങ്ങനെ വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. പാകിസ്ഥാനിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. ഭൂരിപക്ഷം സീറ്റുകളിൽ ലീഡ് നേടിയതായി മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പാർട്ടിയായ തെഹ്രീക്കെ ഇൻസാഫ് അവകാശപ്പെട്ടു. 184 സീറ്റുകളിലെ ഫലസൂചനകൾ പുറത്തുവന്നതിൽ 114 ഇടങ്ങളിൽ PTI സ്വതന്ത്രർ ലീഡ് നേടിയതായാണ് അവകാശവാദം. നവാസ് ഷെരീഫിന്റെ PMLN 41 ഇടങ്ങളിൽ ലീഡ് നേടിയതായി റിപ്പോർട്ടുകളുണ്ട്. മെറിൻ മേരി ചാക്കോ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. മെറിൻ, അങ്ങനെ ജയിലിൽ കിടക്കുന്ന ഇമ്രാൻഖാൻ കരുത്തനാണെന്ന് തെളിയുകയാണോ? വീണ്ടും ഈ നവാസ് ഷെരീഫിനെയും സൈനിക ഭരണകൂടത്തിനെയും ഒക്കെ ഞെട്ടിക്കുന്നൊരു വിധി അവിടെ നിന്ന് ജനവിധി ഉണ്ടാകുമെന്ന സൂചനകളാണോ വരുന്നത്? ഗോകുൽ, പാകിസ്ഥാനിൽ ഇപ്പോൾ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ അത്തരത്തിലുള്ളൊരു സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. കാരണം ഇമ്രാൻഖാന്റെ പാകിസ്ഥാനിലെ ഏറ്റവും ജനപിന്തുണയുള്ള ഒരു നേതാവാണ്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം ജയിലിലായിരുന്നു. അത് മാത്രമല്ല PTIയുടെ പാർട്ടിക്ക് മത്സരിക്കാനും ആയില്ല. സ്വതന്ത്രരായിട്ടാണ് ഇവർ മത്സരിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ 184 സീറ്റുകളിൽ 114 സീറ്റുകളിൽ ഇപ്പോൾ വ്യക്തമായ ലീഡ് നേടിയതായാണ് പാകിസ്ഥാൻ തെഹ്രീക്കെ ഇൻസാഫ് പാർട്ടി അവകാശപ്പെടുന്നത്. ഇതിന് മാത്രവുമല്ല, ഇമ്രാൻഖാന്റെ ഒരു സന്ദേശം എത്തിയിരിക്കുന്നു. ഇത്തരത്തിൽ വളരെ വിപുലമായ രീതിയിൽ വോട്ട് രേഖപ്പെടുത്തിയതിന് ജനങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ആ ഒരു സന്ദേശം വന്നിരിക്കുന്നത്. ഒരു ശക്തിക്കും ഇത്തരത്തിൽ ഒരു പിന്തുണയെ തകർക്കാനാകില്ല. ഇത്തരത്തിൽ വലിയ തോതിൽ വോട്ട് രേഖപ്പെടുത്തിയതിനും നന്ദി അറിയിച്ചുകൊണ്ട് ആണ് ഇപ്പോൾ ഇമ്രാൻഖാന്റെ സന്ദേശം എത്തിയിരിക്കുന്നത്. എക്സിലൂടെയാണ് ഇത്തരത്തിലൊരു സന്ദേശം വന്നിരിക്കുന്നത്. മാത്രമല്ല, ദേശീയ അസംബ്ലിയിലും അതേപോലെ തന്നെ പ്രൊവിൻഷ്യൽ അസംബ്ലിയിലും സർക്കാർ രൂപീകരിക്കാൻ തങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഇമ്രാൻഖാന്റെ പാർട്ടിയായിട്ടുള്ള തെഹ്രീക്കെ ഇൻസാഫിന്റെ അവകാശവാദം. സ്വതന്ത്രരായി മത്സരിച്ചെങ്കിലും ഇവർ ഭൂരിഭാഗം സീറ്റുകളിലും ഇവർ തന്നെയാണ്, ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് വിജയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നേരത്തെ തന്നെ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വന്ന് ശേഷമാണ് ഇപ്പോൾ മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് 3 തവണ പ്രധാനമന്ത്രി ആയിട്ടുണ്ട്. സൈന്യത്തിന്റെ പിന്തുണയും നവാസ് ഷെരീഫിനാണ്. ഈ നവാസ് ഷെരീഫിന്റെ പാർട്ടിയായിട്ടുള്ള PMLN 41 സീറ്റുകളിലാണ് ഇപ്പോൾ ലീഡ് നേടാനായിരിക്കുന്നതെന്ന് തന്നെയാണ് പറയുന്നത്. എന്നാൽ ഈ വോട്ടെണ്ണൽ ഇപ്പോൾ വളരെ മന്ദഗതിയിൽ തന്നെയാണ് പുരോഗമിക്കുന്നത്. കാരണം ഈ ഇന്റർനെറ്റ് അതുപോലെ തന്നെ മൊബൈൽ സേവനങ്ങളെല്ലാം തന്നെ താൽക്കാലികമായി റദ്ദാക്കിയിരുന്നു. ഈ ഒരു സേവനങ്ങൾ റദ്ദാക്കിയത് വോട്ടെണ്ണലിനെ ബാധിക്കുന്നുണ്ടെന്ന് തന്നെയാണ് വിവരം. മാത്രവുമല്ല, ഇപ്പോൾ ഇമ്രാൻഖാന്റെ പാർട്ടി ആരോപിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ മുൻപെങ്ങും ഇല്ലാത്ത വിധമുള്ള ഒരു കാലതാമസമാണ് വോട്ടെണ്ണലിൽ രൂപപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു അട്ടിമറിയുടെ ലക്ഷണമാണ്, അല്ലെങ്കിൽ വോട്ട് ചോർച്ചയുടെയും അട്ടിമറിയുടെയും ഒരു സൂചനകളാണ് പുറത്തു വരുന്നതെന്നാണ് ഇമ്രാൻഖാന്റെ ആരോപണം. മാത്രമല്ല, ഇപ്പോൾ വേറൊരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ബിലാവൽ ഭൂട്ടോയാണ്. ബേനസീർ ഭൂട്ടോയുടെ മകൻ ആയിട്ടുള്ള ബിലാവൽ ഭൂട്ടോയുടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയാണ് മറ്റൊരു പാർട്ടി. അവർ ഇപ്പോൾ ഇതുവരെയുള്ള സാഹചര്യങ്ങളിൽ തൃപ്തരാണ് എന്ന് തന്നെയാണ് ബിലാവൽ ഭൂട്ടോ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും പാകിസ്ഥാനിൽ ഇപ്പോൾ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. മാത്രമല്ല, വ്യാപകമായ അക്രമ സംഭവങ്ങൾ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ദിവസമായ ഇന്നലെ പാകിസ്ഥാനിൽ നടന്നത്. കാരണം 12 പേരാണ് തീവ്രവാദ ആക്രമണങ്ങളിൽ 51 തീവ്രവാദ ആക്രമണങ്ങൾ തന്നെയാണ് പാകിസ്ഥാനിലുണ്ടായത്. ഇതിൽ 12 പേരാണ്, 10 സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം 12 പേരാണ് കൊല്ലപ്പെട്ടത്. ഇപ്പോൾ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ 114 സീറ്റുകളിൽ വ്യക്തമായ ലീഡ് നേടിയതായതാണ് പാകിസ്ഥാൻ തെഹ്രീക്കെ ഇൻസാഫിന്റെ അവകാശവാദം. ഗോകുൽ, മെറിൻ, ഇമ്രാൻഖാനെ സംബന്ധിച്ചിടത്തോളം ജയം അല്ലെങ്കിൽ ജനവിധി അനുകൂലമാണെങ്കിൽ പോലും വലിയ നിയമ നടപടികൾ നേരിടുന്നുണ്ട്. കടുത്ത ശിക്ഷകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലാണ് വിധിക്കപ്പെട്ടത്. ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും നിലയ്ക്ക് PTIക്ക് അവരുടെ മറ്റേതെങ്കിലും നേതാക്കളിലൂടെ ഭരണത്തിലേക്ക് എത്താനുള്ളൊരു സാഹചര്യമുണ്ടോ?
പ്രധാനമായും ഇമ്രാൻഖാൻ കനത്ത തിരിച്ചടി തന്നെയാണ്. കാരണം രാജ്യം ഉറ്റുനോക്കിയ ഒരു തെരഞ്ഞെടുപ്പിൽ ഈ ഒരു സമയത്ത് രാജ്യത്തെ ഏറ്റവും ജനപിന്തുണയുള്ള നേതാവാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ഇംഗ്ലീഷിലുള്ള പ്രാവീണ്യം എന്നിവ എല്ലാം തന്നെ മധ്യവർഗത്തിൻ്റെ ഇടയിൽ തന്നെ വളരെയധികം ജനപ്രീതി നേടിക്കൊടുക്കുന്നതിൽ ഇമ്രാൻഖാനെ ഏറെ നിർണായകമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. സ്വന്തം പാർട്ടിയായിട്ടുള്ള തെഹ്രീക്കെ ഇൻസാഫ് 1996 ഇത് സ്ഥാപിച്ചു. അഴിമതിമുക്ത പാകിസ്ഥാൻ എന്ന പ്രഖ്യാപനത്തിലൂടെ രാഷ്ട്രീയ രംഗത്ത് പ്രവേശിച്ച മുൻ ക്രിക്കറ്റ് താരം കൂടിയായിട്ടുള്ള ഇമ്രാൻഖാൻ പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കനത്ത തിരിച്ചടിയാണ് നേരിട്ടത്. കാരണം ആ പാർട്ടി ചിഹ്നത്തിൽ പോലും മത്സരിക്കാൻ, ക്രിക്കറ്റ് ബാറ്റ് എന്ന ചിഹ്നത്തിൽ പാർട്ടിക്ക് മത്സരിക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല. മാത്രമല്ല സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിരുന്നത്. ഇപ്പോൾ ഇമ്രാൻഖാന്റെ അവകാശവാദം എന്ന് പറയുന്നത് സർക്കാർ രൂപീകരിക്കാൻ ഒരു കൗണ്ട് 45 എന്നുള്ളൊരു നമ്പറിലേക്ക് തങ്ങൾ എത്തുമെന്നത് തന്നെയാണ് അവകാശവാദം. നിയമ നടപടികൾ ഏറെ പിന്നിടേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ റാവൽപിണ്ടിയിലെ ജയിലിൽ കഴിയുകയാണ്. ഇവിടെ നിന്ന് തന്നെയാണ് ഇമ്രാൻഖാൻ പോസ്റ്റൽ വോട്ട് രേഖപ്പെടുത്തിയത്. നിയമ നടപടികൾ മാത്രമല്ല, സൈന്യത്തിന്റെ പിന്തുണ ഏറെ നിർണായകമാണ്. കാരണം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഇമ്രാൻഖാൻ പാകിസ്ഥാൻ സൈന്യത്തിന് അനഭിമതനാണ്. കാരണം സൈന്യം പിന്തുണയ്ക്കുന്നത് നവാസ് ഷെരീഫിനെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് സൈന്യമാണ്. ഈ സൈന്യത്തിന്റെ പിന്തുണ ഏറെ നിർണായകമായ ഒരു ഘട്ടത്തിൽ ഈ ഒരു ജനവിധി എന്താകുമെന്നും പാകിസ്ഥാന്റെ ഭാവി എങ്ങനെയായിത്തീരുമെന്നുള്ള ഒരു ആശങ്ക തന്നെയാണ് വരും മണിക്കൂറുകളിലെല്ലാം നിലനിൽക്കുന്നത്. ഗോകുൽ, ശരി, ഏതായാലും നവാസ് ഷെരീഫിന് സൈനിക പിന്തുണയുണ്ട്. അപ്പോഴും ഇമ്രാൻഖാന് ജനപിന്തുണ എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലാണ് നിലവിൽ വരുന്ന ഫലസൂചനകൾ. ഏതായാലും അയൽക്കാരുടെ ഭരണപ്പോരാണ് എങ്കിൽ പോലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിർത്തിയിലെ തർക്കങ്ങളിൽ ഉൾപ്പെടെ അവിടെ ആര് ജയിക്കും എന്നതിൽ നിർണായകമാണ്. ഇന്ത്യയും സ്വാധീനിക്കുന്ന, ഇന്ത്യയും ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് പാകിസ്ഥാനിലേത്. മെറിൻ മേരി ചാക്കോയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കോൺഗ്രസിന്റെ പ്രതിഷേധ യാത്രയായ സമരാഗ്നിക്ക് ഇന്ന് കാസർഗോഡ് തുടക്കമാകും. KPCC അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനുമാണ് യാത്ര നയിക്കുന്നത്. മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ യാത്ര ഉദ്ഘാടനം ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ രാഷ്ട്രീയ പ്രചാരണം ശക്തമാക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. 30-ലധികം പൊതുസമ്മേളനങ്ങൾ സംഘടിപ്പിക്കും. ഈ മാസം 29-ന് തിരുവനന്തപുരത്താണ് സമാപനം. ഈ മാസം 13-ന് നിശ്ചയിച്ച ഡൽഹി വളയൽ സമരം പിൻവലിക്കില്ലെന്ന് സംയുക്ത കിസാൻ മോർച്ച. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിൽ ഇന്നലെ നടന്ന ചർച്ച ഫലം കണ്ടില്ല. കേന്ദ്രമന്ത്രിമാരായ നിത്യാനന്ദ് റായ്, അർജുൻ മുണ്ടെ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. MSP നിയമം കൊണ്ടുവരിക, കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുക, കാർഷികോൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കുക, സ്വതന്ത്ര വ്യാപാര കരാറുകൾ റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷകർ സമരം പ്രഖ്യാപിച്ചത്. ആവശ്യങ്ങൾ ഗൗരവത്തോടെ പരിശോധിക്കുമെന്നും വീണ്ടും ചർച്ച നടത്താമെന്നും കേന്ദ്ര സർക്കാർ കർഷകരെ അറിയിച്ചു. സംസ്ഥാനത്ത് പൊതു തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് CPI ഇന്ന് തുടക്കമിടും. തിരുവനന്തപുരം, മാവേലിക്കര, തൃശൂർ, വയനാട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയമാണ് ചർച്ചയാവുക. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുൻപേ സ്ഥാനാർത്ഥി നിർണയം വേണോ എന്നതിൽ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് ആദ്യം തീരുമാനമെടുക്കും. വേണമെന്നാണ് തീരുമാനമെങ്കിൽ ജില്ലാ ഘടകങ്ങളോട് സാധ്യതാ പട്ടിക ആവശ്യപ്പെടും. പാർട്ടി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾക്ക് ബജറ്റിൽ നേരിട്ട അവഗണനയും CPI നേതൃയോഗങ്ങളിൽ ചർച്ചയാകും. മസാല ബോണ്ട് കേസിൽ ED നടപടിക്കെതിരെ മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കും കിഫ്ബി CEO KM എബ്രഹാമും സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. നിയമവിരുദ്ധവും ഏകപക്ഷീയവുമായി സമൻസ് അയച്ച് ED വേട്ടയാടുകയാണെന്നും സിംഗിൾ ബെഞ്ച് നേരത്തെ ഇറക്കിയ ഉത്തരവിന് വിരുദ്ധമാണ് സമൻസ് എന്നുമാണ് ഇരുവരുടെയും വാദം. എന്നാൽ ആവശ്യപ്പെട്ട വിവരങ്ങൾ കിഫ്ബി നൽകുന്നില്ലെന്നും അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നുമാണ് ED കോടതിയെ അറിയിച്ചിട്ടുള്ളത്. കിഫ്ബി മസാല ബോണ്ട് കേസിലെ ED സമൻസിൽ നേരത്തെ ചോദ്യങ്ങളുമായി ഹൈക്കോടതി രംഗത്തെത്തിയിരുന്നു. ED സമൻസിനെ എല്ലാവരും ഭയക്കുന്നത് എന്തിനെന്ന് ചോദിച്ച കോടതി പ്രാഥമിക വിവരശേഖരണത്തിനാണ് രേഖകൾ ആവശ്യപ്പെടുന്നതെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു. സമൻസിനോട് പ്രതികരിക്കുകയല്ലേ വേണ്ടതെന്നും അന്വേഷണത്തിൽ ഇടപെടില്ലെന്നും ഹൈക്കോടതി ആവർത്തിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിട്ട കേസിൽ പ്രതി റിയാസ് അബൂബക്കറിനുള്ള ശിക്ഷ ഇന്ന് വിധിക്കും. കൊച്ചിയിലെ NIA കോടതിയാണ് ശിക്ഷ വിധിക്കുന്നത്. പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നും സമൂഹത്തെ നശിപ്പിക്കാനുള്ള പദ്ധതിയാണ് പ്രതി ആസൂത്രണം ചെയ്തതെന്നും NIA വ്യക്തമാക്കുന്നു. എന്നാൽ പ്രതിയുടെ പ്രായവും കുടുംബ പശ്ചാത്തലവും പരിഗണിക്കണമെന്നും കുറഞ്ഞ ശിക്ഷ നൽകണമെന്നുമാണ് പ്രതിഭാഗത്തിന്റെ വാദം. കേസിൽ പ്രതി റിയാസ് അബൂബക്കർ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ധനമന്ത്രി അവതരിപ്പിച്ച ധവളപത്രം ഇന്ന് ലോക്സഭ ചർച്ച ചെയ്യും. റൂൾ 342 അനുസരിച്ചാണ് ചർച്ച. UPA ഭരണവും NDA ഭരണവും താരതമ്യം ചെയ്തുള്ള 59 പേജുള്ള ധവളപത്രം കേന്ദ്ര സർക്കാർ ഇന്നലെയാണ് ലോക്സഭയുടെ മേശപ്പുറത്ത് വെച്ചത്. UPA സർക്കാരിന്റെ കാലത്ത് കേരളത്തിന് നൽകിയ നികുതി വിഹിതവും ഇപ്പോഴത്തേതും ധവളപത്രത്തിൽ താരതമ്യം ചെയ്യുന്നുണ്ട്.
കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിൽ 1,50,140 കോടി നികുതി വിഹിതം നൽകിയെന്നാണ് ധവളപത്രത്തിലെ അവകാശവാദം. UPA ഭരണകാലത്ത് 2004 മുതൽ 2014 വരെ ഇത് 46,303 കോടി മാത്രമാണ് കേരളത്തിന് നൽകിയിട്ടുള്ളതെന്നും നിർമ്മലാ സീതാരാമൻ ധവളപത്രത്തിൽ വ്യക്തമാക്കുന്നു. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് പെൺകുട്ടിയുടെ മാതാവ് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ IPS റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. കുറ്റവാളിയെ സംരക്ഷിക്കാൻ ശ്രമമുണ്ടായെന്ന് ഹർജിയിൽ ആരോപിക്കുന്നു. 2021 ജൂൺ 30-നാണ് പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തെളിവുകളുടെ അഭാവത്തിൽ പ്രതിയെ വിചാരണ കോടതി വെറുതെ വിട്ടിരുന്നു. അമേരിക്കയുടെ ആക്രമണത്തെ തുടർന്ന് നിർണായക തീരുമാനവുമായി ഇറാഖ് അമേരിക്കയുമായുള്ള സംയുക്ത ദൗത്യങ്ങൾ അവസാനിപ്പിക്കും. ബാഗ്ദാദിൽ ഹിസ്ബുള്ള കമാൻഡറെ ഡ്രോൺ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയതാണ് പ്രകോപനം. മധു കൊട്ടാരക്കര ചേരുന്നുണ്ട് ന്യൂജേഴ്സിയിൽ നിന്ന്. മധു, ഏതായാലും പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ അത് ഇറാഖും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തെ കൂടി ഉലയ്ക്കുന്നു, അല്ലെങ്കിൽ അത് മറ്റൊരു മോശം നിലയിലേക്ക് പോകുന്നു എന്നതാണോ വരുന്ന വാർത്ത? ഇത് ഈ മേഖലയിലുള്ള പല തീവ്രവാദ ഗ്രൂപ്പുകളുടെയും പ്രവർത്തനം കൂടുതൽ ഊർജിതമാകാൻ കൂടി വഴിവെക്കില്ലേ? ഗുഡ് മോർണിംഗ് ഗോകുൽ പറഞ്ഞതുപോലാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായി ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകൾക്കെതിരെയുള്ള അമേരിക്കയുടെ വ്യോമാക്രമണവും ഡ്രോണാക്രമണവും ഒക്കെ നടത്തിയത് ഇറാഖിന് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വേണം നമുക്ക് കരുതുവാൻ. കാരണം ഇത് ഇറാഖിനുള്ളിലായിരുന്നു നടന്നത്. ഏറ്റവും ഒടുവിൽ ജോർദനിലെ US സൈനികരെ കൊലപ്പെടുത്തിയതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഹിസ്ബുള്ള കമാൻഡറെ കഴിഞ്ഞ ദിവസം ബാഗ്ദാദിൽ ഡ്രോൺ ആക്രമണത്തിലൂടെ അമേരിക്കൻ വ്യോമസേന കൊലപ്പെടുത്തിയിരുന്നു. ഇത് കൂടാതെ ഈ സംഭവത്തെ തുടർന്ന് 40-ൽ പരം മറ്റ് ആളുകളെ കൊലപ്പെടുത്തിയതായി അമേരിക്ക തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ ആക്രമണങ്ങളെ പറ്റി ഒരു സൂചനയും ഇറാഖ് ഭരണകൂടത്തിന് ലഭിച്ചിരുന്നില്ല. ഇതാണ് ഇറാഖിനെ ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത്. US നേതൃത്വത്തിലുള്ള സഖ്യം ഇറാഖിലെ അസ്ഥിരതയ്ക്കൊക്കെ കാരണമാകുന്നുവെന്നും ഇപ്പോൾ നടക്കുന്ന ഈ സംഘർഷങ്ങളുടെയൊക്കെ നടുവിലേക്ക് ഇറാഖ് വലിച്ചിഴക്കപ്പെടുമെന്നുള്ള ഒരു ഭീഷണിയൊക്കെ ഉണ്ടെന്നാണ് ഇറാഖ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ സൈനിക വക്താവ് കൂടിയായ യഹ്യ റസൂൾ ഇന്ന് ഇത് സംബന്ധിച്ചുള്ള പ്രസ്താവനയിൽ വ്യക്തമാക്കിയത്. ഗോകുൽ, മറ്റൊരു കാര്യം നമുക്കറിയേണ്ടത്, ഈ പാലസ്തീനെതിരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണം തുടരുന്നതോട് ഈ ഒരു അമേരിക്ക വിരുദ്ധ വികാരം ഇറാഖിൽ രൂപപ്പെടുന്നുണ്ട്. കാരണം ഇന്നലെ ഈ ഡ്രോൺ ആക്രമണം നടന്നതിന് ശേഷം ബാഗ്ദാദിൽ അമേരിക്ക വിരുദ്ധ പ്രകടനങ്ങൾ തെരുവീതികളിൽ നടന്നിരുന്നു. ഇതൊക്കെ ഇറാഖ് ഭരണകൂടം മനസ്സിലാക്കുന്നുണ്ട്. തന്നെയുമല്ല, അമേരിക്കയുമായിട്ട് ഉള്ള ഈ സഖ്യം തുടരണോ, ഈ ദൗത്യങ്ങൾ തുടരണോ എന്ന് ഉള്ള ചർച്ചകൾ നടക്കുമ്പോഴാണ് ഈ 3 US സൈനികർ കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് ഈ ചർച്ചകൾ പിന്നീട് നിർത്തിവെക്കുകയായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഇറാഖ് ഒരു ചിന്ത മാറ്റി ചിന്തിക്കുവാൻ ഇറാഖിനെ പ്രേരിപ്പിക്കുന്നത്, യഥാർത്ഥത്തിൽ 2500 US ട്രൂപ്പുകളാണ് ഇറാഖിലുള്ളത്. ഇവർ ഈ ഇറാഖിൽ തമ്പടിച്ചിരിക്കുന്നത് IS തിരിച്ചു വരാതിരിക്കുവാൻ ഇറാഖ് സൈന്യത്തെ സഹായിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു. ഗോകുൽ, തീർച്ചയായും മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് ചേർന്നത്. ഏതായാലും അമേരിക്ക ഇറാഖ് ബന്ധത്തിൽ കൂടി ഈ ഇസ്രയേൽ പലസ്തീൻ സംഘർഷങ്ങളെ തുടർന്നുള്ള നീക്കങ്ങൾ, രാഷ്ട്രീയ നീക്കങ്ങൾ അല്ലെങ്കിൽ ചേരിതിരിവുകളൊക്കെ ബാധിക്കുന്നു. അത്തരത്തിൽ സംയുക്ത സൈനിക നടപടികൾ ഉൾപ്പെടെ ഇറാഖ് പുനർചിന്തനം നടത്തുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് മധു കൊട്ടാരക്കര പങ്കുവച്ചത്. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിക്കെതിരെ എക്സൈസിന് വ്യാജ സന്ദേശം നൽകിയ കേസിലെ പ്രതി നാരായണദാസ് സ്ഥിരം കുറ്റവാളി. ഹണി ട്രാപ്പ്, വഞ്ചന, വാഹനമോഷണം തുടങ്ങി നിരവധി കേസുകൾ ഇയാൾക്കെതിരെയുണ്ട്. തൃപ്പൂണിത്തുറ സ്വദേശിയായ നാരായണദാസ് ഒളിവിലാണെന്ന് പോലീസ് പറയുന്നു. വ്യാജ LSD കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച ചാലക്കുടി സ്വദേശി ഷീല സണ്ണിയെ കുടുക്കിയത് ആരെന്ന ചോദ്യമാണ് തൃപ്പൂണിത്തുറ സ്വദേശി നാരായണദാസിലെത്തിയത്. ഫിറ്റ്നസ് പരിശീലകൻ, വ്യവസായി, അങ്ങനെ പല പേരുകളിലും നാരായണദാസ് അറിയപ്പെടുന്നു. എന്നാൽ എക്സൈസ് സംഘം വേട്ടയാടുന്നെന്നാരോപിച്ച് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയപ്പോഴാണ് ഇയാളുടെ പശ്ചാത്തലം പുറത്തുവരുന്നത്. വാഹനമോഷണ കേസ്, ബ്ലാക്ക് മെയിലിംഗ്, തട്ടിപ്പ് കേസ്, അങ്ങനെ പല കേസുകളിലും പ്രതിയാണ് തൃപ്പൂണിത്തുറ സ്വദേശി നാരായണദാസ്. തൃപ്പൂണിത്തുറയിലെ വ്യവസായിയെ മയക്കുമരുന്ന് കേസിൽ കുടുക്കാൻ DIGയുടെ വേഷത്തിലെത്തി ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ മുഖ്യപ്രതിയായിരുന്നു നാരായണദാസ്. സംഭവം 2015-ലാണ്. നടിയെ ആക്രമിച്ച കേസിൽ പ്രതിഭാഗത്തിനു വേണ്ടി ഡിജിറ്റൽ തെളിവുകളിൽ കൃത്രിമം നടത്തിയെന്ന ആരോപണം നേരിടുന്ന പ്രതി സായി ശങ്കറും ഇയാളുടെ കൂട്ടാളിയായിരുന്നു. അന്ന് നാർക്കോട്ടിക് CAയുടെ വേഷത്തിലെത്തി വ്യവസായിയെ ഭീഷണിപ്പെടുത്തിയത് സായി ശങ്കറായിരുന്നു.
സ്ത്രീകളെ ഉപയോഗിച്ച് ക്വാറി ഉടമകളിൽ നിന്നും പ്രമുഖരിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയ സംഭവത്തിലും നാരായണദാസിന്റെ പേരുണ്ട്. ഇതുമാത്രമല്ല, തൃശൂർ, എറണാകുളം ജില്ലകളിലായി 16 വാഹനമോഷണ കേസുകളും നാരായണദാസിന്റെ പേരിലുണ്ട്. ഇത്രയും കേസുകളിൽ പ്രതിയായിരുന്നിട്ടും ഇയാൾ ആകെ ജയിലിൽ കിടന്നിട്ടുള്ളത് 1.5 വർഷം മാത്രമാണ്. പല കേസുകളും കോടതിയുടെ പരിഗണനയിലാണ്. പ്രത്യേകിച്ച് ജോലി ഒന്നുമില്ലാത്തയാൾ തൃപ്പൂണിത്തുറയിൽ കോടികൾ വില വരുന്ന ആഡംബര വീടും സ്ഥലവും സ്വന്തമാക്കിയതിന്റെ സ്രോതസ്സും ഇതുവരെ വ്യക്തമല്ല. ഷീല സണ്ണിയെ കുടുക്കിയ കേസിൽ എക്സൈസ് ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയെങ്കിലും ഇയാൾ ഇതുവരെ എത്തിയിട്ടില്ല. ഒളിവിൽ കഴിയുന്ന ഇയാളെ ചോദ്യം ചെയ്യുമ്പോൾ വ്യാജലഹരി കേസിന്റെ ചുരുളഴിയുമെന്ന് പ്രതീക്ഷിക്കാം. കൊച്ചിയിൽ നിന്നും അജീഷ് ജയകുമാർ, 24. രാവിലെ ഒരു അപകട വാർത്ത കൂടി വരുന്നുണ്ട്. തൃശൂർ കൊടകരയിൽ KSRTC ബസ്സും ലോറിയും കൂട്ടിയിടിച്ച അപകടം. പരിക്കേറ്റ 12 പേരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. സൂരജ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. തൃശ്ശൂരിൽ നിന്ന് സൂരജ്, എപ്പോഴാണ് ഈ അപകടമുണ്ടായത്? അവിടെ പൂർണ്ണമായും ആളുകളെ പുറത്തെടുക്കാനും അല്ലെങ്കിൽ ഈ അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലേക്ക് മാറ്റാനും ഒക്കെ സാധിച്ചിട്ടുണ്ടോ? ഗൂഗിൾ പുലർച്ചെ 3:30 ഈ കൊടകര മേൽപ്പാലത്തിന് സമീപത്ത് വെച്ച് KSRTC ബസ്സും ലോറികളും കൂട്ടിയിടിക്കുന്നത്. അതായത് ഈ നിലവിൽ ഈ ബസ് എന്ന് പറയുന്നത് വേളാങ്കണ്ണിയിൽ നിന്ന് ചങ്ങനാശ്ശേരിയിലേക്ക് വരികയായിരുന്നു. തൃശൂർ പിന്നിട്ട് കൊടകരയിൽ എത്തുന്നതിന് മുൻപ് മേൽപ്പാലത്തിന് സമീപത്ത് വെച്ച് മുന്നിൽ പോയിരുന്ന നാഷണൽ പെർമിറ്റ് ലോറി അത് ബ്രേക്ക് ചെയ്യുകയായിരുന്നു. തൊട്ടു പിന്നാലെ ബസ് ഈ ലോറിയിലേക്ക് ഇടിക്കുന്നു. അതിന് പിന്നിലുണ്ടായിരുന്ന നാഷണൽ പെർമിറ്റ് ലോറി ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അങ്ങനെയാണ് ഗുരുതരമായി ബസ്സിലുണ്ടായിരുന്നവർക്ക് പരിക്കേൽക്കുന്നത്. പുറകിലിരുന്ന ആളുകൾക്കാണ് കൂടുതലും പരിക്കേറ്റത് എന്നുള്ളതാണ് പറയുന്നത്. അതിൽ 12 പേർക്ക് ആകെ പരിക്കേറ്റു. അതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ഇവരെ അങ്കമാലി അപ്പോളോ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു. പുതുക്കാട് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് ഈ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം നടത്തിയത്. നാട്ടുകാരും അതുപോലെ തന്നെ ഈ ഇതുവഴി പോയ ദേശീയപാതയിലൂടെ കടന്നുപോയ ആളുകളും വാഹനം നിർത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. എന്തായാലും പരിക്കേറ്റവരെല്ലാം തന്നെ ഈ ചാലക്കുടിയിലെയും ഈ അങ്കമാലിയിലെയും വിവിധ സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. 2 പേരുടെ മാത്രം നില ഗുരുതരം എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം 4 പേർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഈ അപകടത്തിന് ശേഷം ഏറെ നേരം ഈ ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഈ വാഹനമടക്കം ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ടാണ് ഈ ഗതാഗതം സുഗമമാക്കുന്ന രീതിയിലേക്ക് പോയത്. എന്തായാലും രാവിലെ തന്നെ നാടിന് നടുക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. ശരി സൂരജ്, കൊടകരയിലാണ് ഇത്തരത്തിൽ പുലർച്ചെ 3 മണിയോടെ അപകടമുണ്ടായത്. KSRTC ബസ് ലോറിയുമായിട്ടാണ് ഇടിച്ചത്. പിന്നാലെ വന്ന ലോറി കൂടി KSRTC ബസ്സിലേക്ക് ഇടിച്ചു. അങ്ങനെ ആണ് അപകടമുണ്ടായത്. ഏതായാലും പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2 പേരുടെ നില ഗുരുതരമെന്നതാണ് സൂരജ് സജി പങ്കുവെക്കുന്ന വിവരം. തിരികെ പ്രഭാത വാർത്തയിലേക്ക്. ബംഗളൂരു കണ്ണൂർ എക്സ്പ്രസ് ട്രെയിൻ സർവീസ് കോഴിക്കോട്ടേക്ക് നീട്ടുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. BJP MP നളിൻകുമാർ കട്ടീലിന് പിന്നാലെ കർണാടക മന്ത്രി ദിനേശ് ഗുണ്ടുറാവുവും സർവീസ് നീട്ടുന്നതിനെതിരെ രംഗത്ത് വന്നു. റിസർവേഷൻ ക്വാട്ട മംഗളൂരുവിന് നഷ്ടമാകുമെന്ന് ചൂണ്ടിക്കാട്ടി ദിനേശ് ഗുണ്ടുറാവു റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് കത്തയച്ചു. മലബാറിലെ ട്രെയിൻ യാത്രാ ദുരിതത്തിന് നേരിയ ആശ്വാസം നൽകുന്നതായിരുന്നു റെയിൽവേ മന്ത്രാലയത്തിന്റെ പുതിയ തീരുമാനം. സർവീസ് നീട്ടുന്നത് കോഴിക്കോട് ബംഗളൂരു യാത്രയ്ക്ക് പുറമെ കാസർഗോഡ് കോഴിക്കോട് റൂട്ടിലും ഗുണകരമാകും. റിസർവേഷൻ കോട്ട മംഗളൂരുവിന് നഷ്ടമാകുമെന്നാണ് എതിർപ്പുന്നയിക്കുന്നവരുടെ വാദം. എന്നാൽ റെയിൽവേ മന്ത്രാലയത്തിന്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടാകില്ലെന്ന് പാസഞ്ചർ കമ്മ്യൂണിറ്റി കമ്മിറ്റി മുൻ ചെയർമാനും BJP നേതാവുമായ PK കൃഷ്ണദാസ് പറഞ്ഞു. നമ്മുടെ ഇതേവരെ യശ്വന്ത്പുരത്ത് നിന്നും കണ്ണൂർ വരെ ഓടിയിരുന്ന യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് കോഴിക്കോട്ടേക്ക് നീട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട്. റെയിൽവേ മന്ത്രാലയത്തിൻ്റെ ഉത്തരവ് ഇക്കാര്യത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. അത് നടപ്പാകും. എന്താണോ റെയിൽവേ മന്ത്രാലയം ഉത്തരവിറക്കിയത് അതാണ് നടപ്പാകാൻ വേണ്ടി പോകുന്നത്. രാത്രി 9:35 ബംഗളൂരുവിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ രാവിലെ 10:55 കണ്ണൂരിലും 12:40 കോഴിക്കോടും എത്തിച്ചേരും. ഉച്ചയ്ക്ക് 3:30 ബംഗളൂരുവിലേക്കുള്ള മടക്കയാത്ര. 2:45 കോഴിക്കോട് നിന്ന് ചെന്നൈ മംഗളൂരു ട്രെയിൻ വിട്ടാൽ പിന്നീട് വൈകിട്ട് 5 പരശുറാം എക്സ്പ്രസ് മാത്രമാണ് യാത്രക്കാർക്ക് ആശ്രയം. നിശ്ചയിച്ചതുപോലെ ഉച്ചയ്ക്ക് 3:30 ബംഗളൂരു എക്സ്പ്രസ് കോഴിക്കോട് നിന്ന് യാത്ര തുടങ്ങിയാൽ പരശുരാമിലെ ദുരിതയാത്രക്കും അത് പരിഹാരമാകും. 24 കാസർഗോഡ്. മാനന്തവാടിയിൽ നിന്ന് മയക്കുവെടി വെച്ച് പിടികൂടിയ കാട്ടാന ചെരിഞ്ഞ സംഭവത്തിൽ ബന്ദിപ്പൂരിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കി വിദഗ്ധ സമിതി. രാംപുര എലിഫന്റ് ക്യാമ്പിലായിരുന്നു തെളിവെടുപ്പ്. കർണാടക വനവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് സംഘം വിവരങ്ങൾ ശേഖരിച്ചു. രാംപുര എലിഫന്റ് ക്യാമ്പിൽ എത്തിച്ച ശേഷമാണ് ആന ചെരിഞ്ഞത്.
പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭ്യമായാൽ 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കാനാണ് ശ്രമം. കഴിഞ്ഞ ദിവസം മാനന്തവാടിയിലും വിദഗ്ധ സമിതി അന്വേഷണം നടത്തിയിരുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, വെറ്റിനറി ടീം അംഗങ്ങൾ, RRT അംഗങ്ങൾ, ജനപ്രതിനിധികൾ, നാട്ടുകാർ എന്നിവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ആനയെ മയക്കുവെടി വെച്ച പ്രദേശത്തും പരിശോധന നടത്തിയിരുന്നു. ഈസ്റ്റേൺ CCF K വിജയാനന്ദന്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് അന്വേഷണം നടത്തുന്നത്. വനം മന്ത്രി AK ശശീന്ദ്രനെ രൂക്ഷമായി വിമർശിച്ച വയനാട് ജില്ലയിലെ കോൺഗ്രസ് MLA മാർ മന്ത്രിയെ ജില്ലയുടെ ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന് T സിദ്ദിഖും IC ബാലകൃഷ്ണനും ആവശ്യപ്പെട്ടു. വയനാട്ടിൽ വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയായിട്ടും മന്ത്രി ഫലപ്രദമായി ഇടപെടുന്നില്ല എന്നാണ് വിമർശനം. വാകേരി മൂടക്കൊല്ലിയിൽ ക്ഷീരകർഷകനായ പ്രജീഷിനെ കടുവ കൊലപ്പെടുത്തി. പ്രജീഷിന്റെ വീട്ടിലേക്ക് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ മുൻ മന്ത്രിമാർ അടക്കമുള്ളവരെത്തി. ശശി തരൂർ MP-യും വീട് സന്ദർശിച്ചു. വയനാടിന്റെ ചുമതലയുള്ള മന്ത്രി AK ശശീന്ദ്രൻ ഇതിനുശേഷം നിരവധി തവണ ജില്ലയിലെത്തിയിട്ടും പ്രജീഷിന്റെ വീട്ടിൽ പോകാനോ ബന്ധുക്കളെ ആശ്വസിപ്പിക്കാനോ തയ്യാറായില്ലെന്നാണ് ആരോപണം. വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയാകുമ്പോൾ മന്ത്രി ഫലപ്രദമായി ഇടപെടുന്നില്ലെന്നും പ്രതിപക്ഷ MLA-മാർ ആരോപിക്കുന്നു. ഏതാണ്ട് 25ഓളം കടുവകൾ പ്രായമായി തീറ്റയെടുക്കാൻ കഴിയാതെ പുറത്തേക്ക് ഇറങ്ങി വരുമെന്നുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായി വളരെ കരുതലോടുകൂടി ജാഗ്രതയോടുകൂടി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി മുന്നോട്ട് പോകേണ്ട കാലഘട്ടത്തിൽ ചാർജുള്ള മന്ത്രിയാണ് വനവകുപ്പ് മന്ത്രി, ഈ ജില്ലയുടെ ചാർജുള്ള ആ മന്ത്രി ഒരു വീട് പോലും സന്ദർശിക്കുന്നില്ല, ഒരു സ്ഥലം പോലും സന്ദർശിക്കുന്നില്ല. ഇവിടെ 7 പേരെ കടുവ കൊന്നു, 51 പേരെ ആന കൊന്നു, 2 പേരെ കാട്ടുപോത്ത് കൊന്നു, ഒരാൾ കാട്ടാന പന്നി കൊന്നു. ഈ വീടുകളൊക്കെ സന്ദർശിക്കാൻ ഒരു ഉന്നതാധികാര സമിതിയെ നിയോഗിക്കാൻ അദ്ദേഹം തയ്യാറാകണ്ടേ? മന്ത്രിയെ ജില്ലയുടെ ചുമതലയിൽ നിന്ന് നീക്കണമെന്നാണ് T സിദ്ദിഖ് MLA-യും ആവശ്യപ്പെടുന്നത്. ജനങ്ങളുടെ വേദനയും പ്രയാസവും കാണാൻ ഒരു ഗവൺമെൻറ്റും ജില്ലയുടെ ചുമതലയുള്ളൊരു മന്ത്രിയുമില്ല. എന്തിനാണ് ഈ മന്ത്രി? ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അസംബ്ലിയിൽ അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടൊന്ന് പറഞ്ഞ് ഞാൻ അപേക്ഷിച്ചു, ഇദ്ദേഹത്തെ വയനാടിൻ്റെ ചുമതലയിൽ നിന്ന് ദയവ് ചെയ്ത് മാറ്റിത്തരണം. നിങ്ങൾക്ക് ജില്ലയിലെ ജനങ്ങളോട് വല്ല ഉത്തരവാദിത്വവും ഉണ്ടെങ്കിൽ. ഇത്രയും നിരുത്തരവാദപരമായി പെരുമാറിയ ഒരു മന്ത്രി ഇതിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. മുഴുവൻ മന്ത്രിമാരും വന്നല്ലോ, പക്ഷേ ഒരാളെ കടുവ പച്ചയായി ഭക്ഷിച്ചപ്പോൾ തിരിഞ്ഞു നോക്കാൻ ഒരു മന്ത്രിയും ഗവൺമെൻറ് ഉണ്ടായിട്ടില്ല. അതേസമയം വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ ശാശ്വത നടപടി സർക്കാർ സ്വീകരിക്കുന്നില്ലെന്നും ആരോപണമുണ്ട്. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച വയനാട് പാക്കേജ് സ്വപ്നം മാത്രമാണെന്നും ഒരിക്കലും പ്രായോഗികമല്ലാത്തതാണ് പാക്കേജെന്നും പ്രതിപക്ഷ MLA-മാർ ആരോപിക്കുന്നു. 24 വയനാട്. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണും. രാവിലെ 11 മണിക്ക് പാർലമെന്റ് ഹൗസിലാണ് കൂടിക്കാഴ്ച. ക്രൈസ്തവ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ഉന്നയിക്കുമെന്നാണ് സൂചന. ജനുവരി 11-നാണ് മാർ റാഫേൽ തട്ടിൽ സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പായി ചുമതലയേറ്റത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാടും ആലത്തൂരും സിറ്റിംഗ് MP-മാർ തന്നെ മത്സരിക്കുമെന്ന് DCC പ്രസിഡന്റ് A തങ്കപ്പൻ 24-നോട്. കഴിഞ്ഞ തവണത്തേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിൽ ഇരുവരും ജയിക്കും. മുൻ DCC അധ്യക്ഷൻ പാർട്ടി വിട്ടത് ഒരു തരത്തിലും ബാധിക്കില്ലെന്നും A തങ്കപ്പൻ പറഞ്ഞു. രണ്ടുപേരും തന്നെയാണ് സ്ഥാനാർത്ഥിയെ തുടരാൻ സാധ്യത, വേറൊരു ഓപ്ഷനില്ല. AICC പ്രസിഡന്റ് തൃശ്ശൂർ വന്നപ്പോൾ ഏകദേശം ധാരണ അന്ന് പ്രഖ്യാപിച്ചിത്രത്തോളം രണ്ടുപേരും അവരുടെ നിയോജക മണ്ഡലത്തിൽ അത്ര സാന്നിധ്യം ഉറപ്പിച്ചിട്ട് കഴിഞ്ഞു. ജനഹൃദയങ്ങളിൽ അവർ എന്നും ഈ 5 വർഷം അവരുടെ സേവനം നന്നായിട്ട് നൽകിയിട്ടുണ്ട്. അത് കാരണം ജനങ്ങൾ ഇവർ കൈവിടുകയില്ല. സത്യത്തിൽ ഇവർക്കെതിരെ സ്ഥാനാർത്ഥി തപ്പിക്കൊണ്ടിരിക്കുക LDF. ഒരു നല്ലൊരു സ്ഥാനാർത്ഥി കിട്ടാതിരിക്കുകയാണ്. അദ്ദേഹം അവിടുത്തെ പഞ്ചായത്തിലെ ജനങ്ങൾ മുഴുവൻ കോൺഗ്രസ്സുകാരാണ്. ഇദ്ദേഹം കോൺഗ്രസ്സുകാരനായതുകൊണ്ടാണ് അവരാണ് കൂടെ നിന്നത്. അദ്ദേഹം അതിന് മാറുമ്പോൾ ജനങ്ങൾ അവിടെ നിൽക്കുന്നു, വോട്ടർമാർ അവിടെ നിൽക്കുന്നു, മാറുമ്പോഴറിയാം. ഫെബ്രുവരി തുടങ്ങിയപ്പോഴേക്കും വെന്തുരുകുകയാണ് പാലക്കാട്. ഇടമഴ കിട്ടിയില്ലെങ്കിൽ താപനില 40 ഡിഗ്രിയിലെത്തുമെന്നാണ് വിലയിരുത്തൽ. ചൂട് കൂടിയതോടെ ജില്ലയിൽ തീപിടുത്തവും കൂടി. ഇതോടെ ബോധവൽക്കരണമടക്കം ഊർജിതമാക്കുകയാണ് അഗ്നിരക്ഷാസേന. കഴിഞ്ഞ 10 ദിവസത്തിലേറെയായി 35 മുതൽ 38 ഡിഗ്രി വരെയാണ് പാലക്കാട്ടെ താപനില. മുണ്ടൂരും പട്ടാമ്പിയിലും മലമ്പുഴ മേഖലയിലുമാണ് ഏറ്റവും കൂടുതൽ ചൂട്. കനത്ത ചൂടിൽ പാലക്കാട് ജില്ലയിലെ പ്രധാന ഡാമുകളിലും ജലനിരപ്പ് കാര്യമായ അളവിൽ താഴ്ന്നു. നിലവിലത്തെ സ്ഥിതി തുടർന്നാൽ മലമ്പുഴ, വാളയാർ ഡാമുകളിൽ നിന്നും കൃഷിക്കും കുടിവെള്ളത്തിനും നൽകുന്ന വെള്ളത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരും. ചൂട് കൂടിയതോടെ ജില്ലയിൽ ഒഴിഞ്ഞയിടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള തീപിടുത്തങ്ങളും വർദ്ധിച്ചു. പൊതുജനങ്ങൾക്ക് ആവശ്യമായ അവബോധമില്ലാത്തതിനാലാണ് തീപിടുത്തങ്ങൾ വർദ്ധിക്കുന്നതെന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. വേനൽക്കാലത്തിന് മുന്നോടിയായിട്ട് തന്നെ അവരവരുടെ പറമ്പുകൾ, ആളൊഴിഞ്ഞ പറമ്പായാലും ശരി, കൃഷിയില്ലാത്ത സ്ഥലങ്ങളായാലും ശരി തന്നെയാണ് ഇതിൻ്റെ അടിക്കാടുകൾ വെട്ടി വൃത്തിയാക്കുക.
അലക്ഷ്യമായി തീക്കൊള്ളികൾ വിളിച്ചെറിയാതിരിക്കുക. പിന്നെ വിറകടുപ്പുകൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ രാത്രികാലങ്ങളിൽ അടുപ്പിൻ്റെ തീ കെടുത്തി മൂടി വെച്ചതിന് ശേഷം ഉറങ്ങാൻ പോവുക. ഇടമഴ ലഭിക്കാതെ നിലവിലത്തെ സാഹചര്യം തുടർന്നാൽ മാർച്ച് പകുതിയോടെ ചൂട് 40 ഡിഗ്രിയിലെത്തുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. ഡാമുകളിലടക്കം വെള്ളം കുറയുന്നതോടെ കൃഷിയെ സാരമായി ബാധിച്ചേക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. 24 പാലക്കാട്. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ്. വിദേശ സർവകലാശാല സംബന്ധിച്ചുള്ള വിവാദവും പരസ്യ പ്രസ്താവനയും വേണ്ട എന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം വരുന്നു. താനുമായി ധനമന്ത്രി ചർച്ച നടത്തിയിരുന്നുവെന്നും തന്റെ കൂടി അഭിപ്രായം കേട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം ബജറ്റിൽ വന്നതെന്നും പറയുന്നു. ഇത് ഔദ്യോഗിക സ്ഥാനങ്ങളിലുള്ളവർക്ക് പരസ്യമായി ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടതില്ല എന്നതാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം വരുന്നത്. അത് കൃത്യമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കുള്ള നിർദ്ദേശം തന്നെയാണ്. വി എ ഗിരീഷ് ചേരുന്നുണ്ട്. ഗിരീഷ്, ഏതായാലും ഈ ബജറ്റിന് പിന്നാലെ പാർട്ടിയുടെ നയം അല്ലെങ്കിൽ മുന്നണിയുടെ നയം ഒക്കെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥി സംഘടനകളുടെ തന്നെ ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ തന്നെ വിമർശനത്തിനിടയാക്കിയ സംഭവമാണ്. ഇന്നലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതും അത് ധനവകുപ്പ് മാത്രം അറിഞ്ഞ കാര്യമാണ്. വിദ്യാഭ്യാസ വകുപ്പുമായി ഒരു കൂടിയാലോചന നടന്നില്ലെന്നാണ്. ഇനി അതിലൊരു ചർച്ച വേണ്ട, അത് സർക്കാരും പാർട്ടിയും അറിഞ്ഞു തന്നെയുള്ള ഒരു നിർദ്ദേശം തീരുമാനമെന്നാണോ മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത്? ഗൂഗിൾ വിദേശ സർവകലാശാലകൾ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം നിലനിന്നിരുന്നു. ഇതിൽ ബജറ്റിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ചർച്ച നടത്താതെ ഇത് ബജറ്റിൽ ഇടം പിടിച്ചു എന്നുള്ളതായിരുന്നു ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ അതൃപ്തി. ഇക്കാര്യത്തിലുള്ള അതൃപ്തി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പരസ്യമാക്കുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത്. ധനമന്ത്രി ഇത് ഏകപക്ഷീയമായി ബജറ്റിൽ ഉൾപ്പെടുത്തിയതല്ല, താനുമായി ചർച്ച ചെയ്ത ശേഷമാണ് ഇത് ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലുള്ള പരസ്യ പ്രസ്താവനകളും വിവാദങ്ങളും ഒഴിവാക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. മാത്രമല്ല ഔദ്യോഗിക സ്ഥാനത്തുള്ളവർ ഇക്കാര്യത്തിൽ ഇനി പരസ്യ പ്രസ്താവന നടത്തേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നു. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ വിദ്യാർത്ഥി സംഘടനകളടക്കം പരസ്യ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇപ്പോൾ മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത് ഇതൊരു കേന്ദ്ര നയമാണ്. ഇതനുസരിച്ച് സംസ്ഥാനത്തിന് ഒഴിഞ്ഞു നിൽക്കാനാകില്ല. സംസ്ഥാനത്തേക്ക് കൂടുതൽ വിദേശ നിക്ഷേപവും അതോടൊപ്പം തന്നെ ക്യാമ്പസുകളും വരുന്നത് തടയാനാകില്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി എടുത്തിരിക്കുന്നത്. മാത്രമല്ല ഏതെങ്കിലും നിയമം കൊണ്ട് കേരളത്തിന് ഇത് മറികടക്കാനോ നിയന്ത്രിക്കാനോ കഴിയില്ല എന്നും കൂടി മുഖ്യമന്ത്രി ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിവാദങ്ങൾ ഒഴിവാക്കണമെന്നും ഇത്തരത്തിൽ ഔദ്യോഗിക സ്ഥാനത്തുള്ളവർ പരസ്യ പ്രസ്താവന നടത്തേണ്ടതില്ലെന്നുമുള്ള ഒരു നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. മാത്രമല്ല ഇത്തരത്തിൽ വിവാദങ്ങൾ തുടരുകയാണെങ്കിൽ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തത്തെ തന്നെ ചോദ്യം ചെയ്യപ്പെടുമെന്നും പ്രതിപക്ഷം ഇത് ആയുധമാക്കുമെന്നും വിലയിരുത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ പുതിയ നിർദ്ദേശം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഗോകുൽ, ശരി ഗിരീഷ്, ഏതായാലും വിദേശ സർവകലാശാലകളിൽ ഒരു വിവാദം അല്ലെങ്കിൽ ഭിന്നാഭിപ്രായം എന്ന ചിത്രം ഉണ്ടാകരുത് എന്നതാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ഏതായാലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനും മന്ത്രിക്കുമുള്ള നിർദ്ദേശം കൂടിയാണത്. പരസ്യ പ്രസ്താവനകളും വിവാദവും ഇനി വേണ്ട, അത് സർക്കാരിൻ്റെ നിലപാടാണ്, തീരുമാനമാണ്. സർക്കാർ അറിഞ്ഞു തന്നെയാണ്, മുഖ്യമന്ത്രി അറിഞ്ഞു തന്നെയാണ്, പാർട്ടി അറിഞ്ഞു തന്നെയാണ് അത്തരമൊരു നിർദ്ദേശം ബജറ്റിൽ ഇടം പിടിച്ചതെന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നു. വി എ ഗിരീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇതോടെ പ്രഭാത വാർത്ത പൂർണ്ണമാകുന്നു. ഇനി 100 ന്യൂസിന്റെ സമയമാണ്. പ്രേക്ഷകർക്കൊപ്പം ശ്രീലക്ഷ്മി പി നായരെത്തും. നമസ്കാരം.